സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. ആറാമത്തെ ബജറ്റാണ്. എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങളും അതിനോട് അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ ബജറ്റ് കേരളത്തിന് ഉറപ്പ് നൽകുന്നത് എന്താണ്? കേരളത്തിന് എല്ലാ മേഖലയിലും ഒരു ഗുണമുണ്ടാകുന്ന, മെച്ചമുണ്ടാകുന്ന, പുരോഗതി ഉണ്ടാകുന്ന ബജറ്റ് എന്നുള്ളതാണ് ജനറലായിട്ട് എനിക്ക് പറയാൻ കഴിയും. അതിനകത്ത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവരെയുള്ളവരുടെ എല്ലാ കൺസേണും എല്ലാ സെക്ഷൻ്റെയും, അതിനകത്ത് വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാലും എല്ലാ സെക്ഷൻ്റെയും കാര്യങ്ങൾ പരിശോധിക്കാനും പരിഗണിക്കാനും ചിന്തിച്ചിട്ടുണ്ട്. കൊച്ചു സ്കൂൾ കുട്ടികളുടെ ക്ഷേമ പദ്ധതി മുതൽ അവരുടെ ഇൻഷുറൻസ് പദ്ധതി മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പോലെയുള്ള വളരെ അസംഘടിതരായ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളി പദ്ധതി നോക്കിയതിനെ മറികടന്നുകൊണ്ട് 1000 കോടി രൂപ അതിന് പ്രത്യേകമായി സ്റ്റേറ്റ് ബഡ്ജറ്റിൽ വെച്ചതുൾപ്പെടെ ഉള്ള കാര്യങ്ങളുണ്ട്. വഴിയിൽ അപകടത്തിൽപ്പെട്ട് വീഴുന്ന ആളുകളെ പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി, അവർക്ക് ചികിത്സ 5 ദിവസത്തേക്ക് കിട്ടുന്നുള്ള പദ്ധതി, ഓട്ടോറിക്ഷയും ടാക്സിയും പോലെയുള്ള മേഖലകളിലെ വളരെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അവരുടെ വണ്ടികളുടെ മേടിക്കാനുള്ള പലിശ കുറച്ച് കൊടുക്കുന്നത്, അവരുടെ വാഹനം ഈ വെഹിക്കിൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സബ്സിഡി, അതുപോലെ അവരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങിയുള്ള പദ്ധതികൾ, ഹരിതകർമ്മസേനയ്ക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ്, ലോട്ടറി തൊഴിലാളികൾക്കുള്ള സംവിധാനം, ഇങ്ങനെ ഓരോ മേഖലയിലും പലതരത്തിലുള്ള പ്രത്യേകതകൾ. കോളേജ് വിദ്യാർത്ഥികൾക്ക്, ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം, ഇങ്ങനെ ഓരോ മേഖലയിലും പ്രത്യേക കാര്യമുണ്ട്. പ്രായമായ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങൾ സാമൂഹ്യക്ഷേമ രംഗത്തുണ്ട്. ആശാ, അംഗൻവാടി തുടങ്ങിയവരുടെയൊക്കെ ബേസിക്കായിട്ടുള്ള അലവൻസ് വർദ്ധിപ്പിച്ചു, പാചക തൊഴിലാളികളുടെ, സാക്ഷരതക്കാരുടെ. അതോടൊപ്പം തന്നെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിലെ എല്ലാ മേഖലയിലേക്കും ഒരു പരിഗണന കിട്ടാൻ ശ്രമിച്ചു. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. സാമ്പത്തിക രംഗത്ത് നല്ല വളർച്ച ഉണ്ടാവുകയും ജോലി ഉണ്ടാവുകയും ചെയ്തെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും, വരുമാനം ഉണ്ടാകാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന ചില വ്യവസായങ്ങൾ, നമ്മുടെ പ്രധാനപ്പെട്ട ധാതുമണൽ കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യവസായത്തിൻ്റെ വലിയൊരു മിഷൻ, ഡിഫൻസുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി, കുടുംബശ്രീ പോലുള്ള മേഖലയിൽ വലിയ തോതിലുള്ള ജോലി സാധ്യത കിട്ടുന്ന പരിപാടി, ഇങ്ങനെ കുറേയേറെ പരിപാടികൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയ ഗുണം ഭാവി കേരളത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. മിനിസ്റ്ററി, അത് മാത്രമല്ല, ഇതൊരു സമഗ്ര ബജറ്റാണ്. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട വലിയൊരു ബജറ്റ് പ്രസംഗം, ഒരു ഇടക്കാല ബജറ്റ് എന്നതിനപ്പുറത്തേക്ക് അടുത്ത കുറേ വർഷങ്ങളെ കൂടി കാണുന്ന ഒരു ബജറ്റാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവിക വിമർശനങ്ങൾ ഉണ്ടാകുമല്ലോ. ബജറ്റ് എത്രത്തോളം പ്രായോഗികമാണെന്ന വിമർശനത്തോടുള്ള മറുപടി എന്താണ്? ഇത് പ്രായോഗികമാകുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, നടപ്പിലാക്കാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യം മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ താല്പര്യമാണ്. സാധാരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വെറും ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറയും. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇതുപോലെ പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്നു. ഇത് കേപ്പബിളായിട്ട് ചെയ്യുന്നവരാണ് ഇടതുപക്ഷമെന്ന് ജനം അംഗീകരിച്ചു. അതേപോലെ കേരളത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. അല്ലാതെ ഒരു നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാര്യമല്ല. അതുകൊണ്ട് കേരളത്തിന് വലിയ ഗുണമുണ്ടാക്കുന്നതും ചെയ്യാൻ പറ്റുന്നതുമാണ്. എന്നാൽ പ്രതിപക്ഷം ദൗർഭാഗ്യവശാൽ എന്ന് പറഞ്ഞത് ഇതൊന്നും അല്ല ബഡ്ജറ്റ്, ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് വേറെ അവതരിപ്പിക്കും. അത് പ്രതിപക്ഷത്തിന് പറയാം. അപ്പോൾ അതിനകത്തൊരർത്ഥമുണ്ട്, ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല, ഇത്രയും പോസിറ്റീവായ കാര്യങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുമാണ് പ്രതിപക്ഷം പറഞ്ഞതിനർത്ഥം. അപ്പോൾ അത് തമ്മിൽ ആ വ്യത്യാസമുണ്ട്, രണ്ടും തമ്മിൽ ആ വ്യത്യാസമുണ്ട്. കാര്യങ്ങൾ നടക്കണം, ആത്മാർത്ഥമായി ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. ഇതൊരു വയോജന ബജറ്റ് എന്നൊരു പ്രത്യേകതയുണ്ട് മിനിസ്റ്റർ. അങ്ങ് പറഞ്ഞതുപോലെ സ്കൂൾ കുട്ടികളുടെ ഇൻഷുറൻസ് മുതൽ വയോജനങ്ങൾക്ക് വരെയുള്ള ക്ഷേമ പദ്ധതികൾ അടക്കമുള്ളവയുണ്ട്. 14,000 കോടിയാണ് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ഇതിൽ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ 500 കോടി അല്ല, ഓക്കെ, 500 കോടി കുറയ്ക്കുന്നില്ല. അപ്പോൾ മിനിസ്റ്റർ, ഞാൻ ചോദിക്കുന്നത്, നമുക്കിതുമായി ബന്ധപ്പെട്ട് കാഴ്ചപ്പാട് വേണമല്ലോ. നമ്മുടെ കയ്യിൽ പണമില്ല, വിരൽ വരെ കെട്ടിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു ധനമന്ത്രി എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, വിരൽ വരെ കെട്ടിവെക്കുന്നു എന്നുള്ള സത്യവും, കൈയും കാലും കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് നീന്താൻ പറഞ്ഞാൽ എങ്ങനെ നീന്തുമെന്ന പ്രയോഗമാണ് ഞാൻ അന്ന് പറഞ്ഞത്. കാരണം കിട്ടാനുള്ള പണം മൊത്തം വെട്ടിക്കുറയ്ക്കുക, ബോറോയിങ്ങിനുള്ള കൺസെൻറ്റും ഇല്ലാതാക്കുക. എന്നിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? ഈ 5 വർഷക്കാലം, ഇനി 2 മാസം കൂടെ ആയാലും 5 വർഷമാകും. ഇത്രയും കാലം ഇതിനെല്ലാം സ്ട്രഗിൾ ചെയ്താണ് പോയത്. ഓരോ പ്രാവശ്യവും നമ്മളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കൂടുതൽ ചിലവാക്കി, കൂടുതൽ കാര്യം ചെയ്ത് നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. കിട്ടാനുണ്ടായിരുന്നത് കിട്ടിയെങ്കിൽ 2.5 ലക്ഷം കോടി രൂപയാണ് 5 വർഷം കൊണ്ട് കിട്ടേണ്ടത്. അതിനകത്ത് നമുക്ക് കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകൾ 10,25,000-30,000 കോടി രൂപയുടെ ബാധ്യതയുള്ളൂ. എത്രയധികം പണം നമ്മുടെ നാട്ടിൽ എത്രയോ പുരോഗതിക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അത് കിട്ടിയില്ല എന്നുള്ള വിഷമമാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇനിയിപ്പോഴും പറയുന്നത് അതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ
50% കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. കേരളത്തിൽ അത് 25 ഉള്ളൂ, ബാക്കി 75 നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഞാനിതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത് പറയുന്നു, കേന്ദ്രം ഇങ്ങനെ ആർബിട്രറി ആയിട്ട് ഏകപക്ഷീയമായിട്ട് സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കാൻ പാടില്ല. എന്നാലും ആ വിവേചനം ഉണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത്രയേറെ കഠിനമായ പരിശ്രമത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ ശമ്പള പരിഷ്കരണം ഒരു വഴിക്ക്, അതിനൊപ്പം തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കുമുള്ള പണമൊഴുക്ക് മറ്റൊരു വഴിക്ക്, RRTS അടക്കമുള്ള അതിനുള്ള വിഹിതം മാറ്റിവെച്ചിരിക്കുകയും ചെയ്യുന്നു. ഇതിനുതകുന്ന തരത്തിലുള്ള വരുമാന വർധന, അതിനുള്ള ഉപാധി എന്താണ് അങ്ങ് അടുത്ത വർഷങ്ങളിലേക്ക് കാണുന്നത്? ഇപ്പം നമ്മൾ വെച്ചേക്കുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള എക്സ്പെൻസേ വെച്ചിട്ടുള്ളൂ. ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് ഇപ്പോൾ വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട അവാർഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മുടെ വരുമാനം വലിയ തോതിൽ വെട്ടിക്കുറച്ചപ്പെട്ടു. ഇപ്രാവശ്യം ഏറ്റവും ന്യായമായ ഒരു അവാർഡ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഇൻക്രീസ് വരും. അതോടൊപ്പം തന്നെ ഓരോ വർഷവും കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൊതു ഗ്രോത്തിനനുസരിച്ച് നമ്മുടെ വരുമാനവും മറ്റ് ധനാഗമന മാർഗങ്ങളും വർദ്ധിക്കും. അപ്പോൾ അതുപയോഗിച്ച് നല്ലപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഉള്ളത്. അതനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മിനിസ്റ്റർ, MC റോഡ് 4 വരിയാക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഈ MC റോഡ് ദേശീയപാത തന്നെ എത്ര കാലം നീണ്ടൊരു സ്ട്രഗിളാണ്. MC റോഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ദേശീയപാത പോലെ പോലുമല്ല, അത്രമേൽ ജനനിബിഡമായ ഇടമാണ്. ഇത് സംസാരിച്ച സമയത്ത് ചാനലുകളുടെ ഒക്കെ താഴെ വന്ന കമന്റ് അടുത്ത മഞ്ഞക്കുറ്റിയാണോ എന്നാണ്. ഏത് തരത്തിലുള്ള ഒരു ഇച്ഛാശക്തി വേണ്ടിവരും? MC റോഡിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. MC റോഡ് ആകെ വീതി എടുത്തിട്ട് അങ്ങ് ആളെ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പ്രധാനപ്പെട്ട ടൗണുകളുണ്ട്. ഉദാഹരണം, ഇപ്പം 7 പ്രധാനപ്പെട്ട ടൗണാണ് ചെങ്ങുന്ന് വരെയുള്ളത്. അതിനകത്ത് കൊട്ടാരക്കര എന്ന് പറയുന്ന ആ കൊട്ടാരക്കര ടൗണിൽ ഓൾറെഡി ബൈപ്പാസിനുള്ള സ്ഥലം കണ്ടു. ഈ 7 ടൗണിലും ബൈപ്പാസാണ്. അല്ലാതുള്ള സ്ഥലങ്ങളിൽ പഴയ റോഡ് തന്നെ നിലവിലുള്ള സ്ഥിതി കുറച്ച് വീതിയാക്കാം, ചെറിയ ചെറിയ ജംഗ്ഷനുകൾ ഒന്നുകൂടെ വൃത്തിയാക്കാം. അല്ലാതെ ആകെ അങ്ങ് NH എടുത്ത പോലെ വീതി എടുത്ത് പോകാനുള്ള പരിപാടിയല്ല തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പം കിളിമാനൂർ, നിലമേല്, ചടയമംഗലം, ആയൂര്, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ, ഇത്രയും ടൗണുകളും പിന്നെ ചെറിയ 10-14 ജംഗ്ഷനുകളുണ്ട്. അതും ഇടത്തരം ടൗണുകൾ. അവിടെ ബൈപ്പാസ് ഇല്ലാതെ തന്നെയും വൃത്തിയായിട്ട് പോകാനുള്ള പരിപാടി. അങ്ങനെ അത്രയും തന്നെ ചെയ്യുന്നതിന് 5000 ചില്ലാനം കോടി രൂപയാവും. ആ ഒരു പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലാതെ ഏത് കാണുമ്പോഴും മഞ്ഞക്കുറ്റിയാണെന്ന് പറഞ്ഞിട്ട് ആരും സംശയിച്ചിട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതിന് ഏറ്റവും ന്യായമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെയ്യുന്ന തരത്തിലേക്കാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത്. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചതിന്. അദ്ദേഹത്തിന് വളരെ കഠിനമായൊരു ദിവസമാണ്. 3 മണിക്കൂർ നീണ്ട ഒരു ബജറ്റ്, ശേഷം മാധ്യമങ്ങൾക്കൊക്കെയുള്ള ഒരു ഇത്രയും നീളമുള്ള ഇൻ്റർവ്യൂസ്. വളരെയധികം നന്ദി മിനിസ്റ്റർ.